Hi all, welcome to Competitive Cracker. എൻ്റെ പേര് ദിവ്യ കെ ജോസ്. അപ്പൊ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നമ്മൾ കെമിസ്ട്രിയിലെ ഷോർട്ട് ടോപ്പിക്കുകൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ. അതിൽ നമ്മൾ ആറ്റം പറഞ്ഞു, പീരിയോഡിക് ടേബിൾ പറഞ്ഞു. ഇനി നമ്മൾ ഇന്ന് നോക്കുന്നത് ഹൈഡ്രജനും ഓക്സിജനുമാണ്. അതായത് ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ഥിരം ചോദിക്കുന്ന കുറച്ച് പോയിന്റ്സുകളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം ഹൈഡ്രജൻ ആണ് നോക്കുന്നത്. ആവർത്തന പട്ടികയിലെ ആദ്യത്തെ മൂലകമാണ് ഏതെന്ന് പറയുന്നത് ഹൈഡ്രജൻ എന്ന് പറയുന്നത് അല്ലെ. ഹൈഡ്രജന്റെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. അതാണ് പറഞ്ഞത്. ആവർത്തന പട്ടികയിലെ ആദ്യത്തെ മൂലകമാണ് ഹൈഡ്രജൻ. ഹൈഡ്രജന്റെ ആറ്റോമിക സംഖ്യ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 1 ആണ്. ഇനി എല്ലാ ആസിഡുകളിലും ഉള്ള പൊതു ഘടകമാണ് ഏത്? ഹൈഡ്രജൻ. നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്തു അല്ലെ, നൈട്രിക് ആസിഡ് എടുത്തു, അതുപോലെ തന്നെ സൾഫ്യൂരിക് ആസിഡ് എടുത്തു. ഇതിലെല്ലാം കോമൺ ആയിട്ടുള്ള ഘടകം ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്? ഹൈഡ്രജൻ ആണ്. ഓക്കെ. ഇനി അടുത്തത് ഹൈഡ്രജൻ എന്ന പേരിന് അർത്ഥം. ഹൈഡ്രജൻ എന്ന പേരിന് അർത്ഥം എന്താണ്? ജലം ഉൽപ്പാദിപ്പിക്കുന്ന എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ഒന്നുകൂടെ നോക്കാം. ആവർത്തന പട്ടികയിലെ ആദ്യത്തെ മൂലകം ആറ്റോമിക നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. എല്ലാ ആസിഡിലുമുള്ള പൊതുഘടകമാണ്. ഇനി ഹൈഡ്രജൻ എന്ന പേരിന്റെ അർത്ഥം എന്താണ്? ജലം ഉൽപ്പാദിപ്പിക്കുന്നത്. ഇനി അടുത്തത് ഒരു ഇലക്ട്രോൺ മാത്രമുള്ള ആറ്റം. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു ആറ്റോമിക നമ്പർ എന്ന് പറയുന്നത് 1 ആണ് അല്ലെ. അപ്പൊ ആറ്റോമിക നമ്പറിന്റെ എണ്ണത്തിന് ഈക്വൽ ആയിരിക്കും ഇലക്ട്രോണിന്റെ എണ്ണം എന്ന് പറയുന്നത്. അപ്പൊ അത് എത്രയായിരിക്കും? 1 ആയിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു ഇലക്ട്രോൺ മാത്രമുള്ള ആറ്റമാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. പ്രപഞ്ചത്തിന്റെ മൊത്തം ദ്രവ്യത്തിന്റെ 3/4 ഭാഗവും അടങ്ങിയിരിക്കുന്ന മൂലകമാണ് ഏത്? ഹൈഡ്രജൻ. അപ്പൊ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്? ഹൈഡ്രജൻ ആണ്. അതായത് പ്രപഞ്ചത്തിന്റെ 3/4 ഭാഗവും അടങ്ങിയിരിക്കുന്നത് ഏത് തന്നെയാണ്? ഹൈഡ്രജൻ തന്നെയാണ്. ഇനി ഹൈഡ്രജൻ എന്ന പേര് നൽകിയത് ആരാണ്? ലാവോക്സി ആണ്. അപ്പൊ ഹൈഡ്രജനെ കണ്ടുപിടിച്ചത് ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരാണ്? ഹെൻറി കാവൻഡിഷ് ആണ്. ആരാണ്? ഹെൻറി കാവൻഡിഷ് ആണ്. പക്ഷെ ഹൈഡ്രജൻ ആ പേര് നൽകിയ വ്യക്തി അല്ലെങ്കിൽ ശാസ്ത്രജ്ഞൻ ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരാണ്? ലാവോക്സി ആണെന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. ഇനി അടുത്തത് ലോഹഗുണം പ്രദർശിപ്പിക്കുന്ന അലോഹ മൂലകമാണ് ഏതെന്ന് പറയുന്നത്? ഹൈഡ്രജൻ എന്ന് പറയുന്നത്. അപ്പൊ ഹൈഡ്രജൻ നമുക്കറിയാം അല്ലെ, ശരിക്കും എന്താണ്? വാതകമാണ്, അതുപോലെ തന്നെ അലോഹമാണ്. പക്ഷെ എന്താണ്? ഹൈഡ്രജൻ പലപ്പോഴും മെറ്റാലിക് ക്യാരക്ടർ കാണിക്കാറുണ്ട്. കെമിക്കൽ റിയാക്ഷൻ ഒക്കെ പങ്കെടുക്കുമ്പോൾ ഇലക്ട്രോണെ വിട്ടുകൊടുക്കാറുണ്ട്. അപ്പൊ ഇലക്ട്രോണെ വിട്ടുകൊടുക്കുന്നത് സാധാരണ ആരാണ്? ലോഹങ്ങളാണ് അല്ലെ. അതുകൊണ്ടാണ് പറയുന്നത് ലോഹഗുണം പ്രദർശിപ്പിക്കുന്ന അലോഹ മൂലകമാണ് ഏത്? ഹൈഡ്രജൻ. ഇനി നോക്കുക, ഹൈഡ്രജന്റെ ഐസോടോപ്പുകളെ കുറിച്ചാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം, ഇത് മൂന്നുമാണ് അല്ലെ ഹൈഡ്രജന്റെ ഐസോടോപ്പ്. പ്രോട്ടിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 1H1 ആണ്. ഡ്യൂട്ടീരിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1H2 ആണ്. ട്രിഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1H3 ആണ്. അപ്പൊ ഐസോടോപ്പ് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ഉള്ളവയാണ് ഐസോടോപ്പുകൾ എന്ന് പറയുന്നത്. നോക്കുക, ഇനി ഇതില് ഹൈഡ്രജന്റെ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഐസോടോപ്പ് ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്? ട്രിഷ്യമാണ്. 1H3 എന്നുള്ള ട്രിഷ്യമാണ് ഹൈഡ്രജന്റെ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഐസോടോപ്പ്. അടുത്തത്, ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഐസോടോപ്പാണ് ട്രിഷ്യം എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ട്രിഷ്യത്തിന്റെ അർദ്ധായുസ് അല്ലെങ്കിൽ എന്തെന്ന് പറയും? ഹാഫ് ലൈഫ് പീരീഡ് എന്നൊക്കെ പറയും അല്ലെ. ഹാഫ് ലൈഫ് പീരീഡ് എന്നൊക്കെ പറയും. അത് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 12.35 വർഷങ്ങളാണ്. എത്രയാണ്? 12.35 വർഷങ്ങളാണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി ഹൈഡ്രജൻ ബോംബിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഹൈഡ്രജന്റെ ഐസോടോപ്പുകളാണ് ഏതൊക്കെ? ഡ്യൂട്ടീരിയവും ട്രിഷ്യവും. നമുക്കറിയാം അല്ലെ, നമ്മൾ ആറ്റം ബോംബ്, ഹൈഡ്രജൻ ബോംബ് ഒക്കെ പഠിക്കുന്നതാണ്. അതിൽ ഹൈഡ്രജൻ ബോംബിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഹൈഡ്രജന്റെ ഐസോടോപ്പ് ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്രോട്ടിയം അല്ലാണ്ടുള്ള ഡ്യൂട്ടീരിയവും ട്രിഷ്യവുമാണ്. നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഹൈഡ്രജൻ ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്? പ്രോട്ടിയം ആണ്. പ്രോട്ടിയത്തിന്റെ പ്രത്യേകത നമുക്കറിയാം, ന്യൂട്രോൺ ഇല്ലാത്തതാണ് അല്ലെ. ന്യൂട്രോൺ ഇല്ലാത്ത ഹൈഡ്രജന്റെ ഐസോടോപ്പ് ആണ് ഏത് എന്ന് പറയുന്നത്?
പ്രോട്ടിയം എന്ന് പറയുന്നത് 1H1 ആണ്. അപ്പൊ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, ഇവിടെ ആറ്റോമിക് നമ്പറും മാസ് നമ്പറും സെയിം ആണ്. മാസ് നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോണും, ആറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, പ്രോട്ടോണിന്റെ എണ്ണം. അപ്പൊ ഇത് രണ്ടും സെയിം ആണെങ്കിൽ അവിടെ എന്ത് മാത്രമേ കാണുള്ളൂ, പ്രോട്ടോൺ മാത്രമേ കാണുള്ളൂ. അതാണ് പറയുന്നത്. ന്യൂട്രോൺ ഇല്ലാത്ത ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിലും പ്രപഞ്ചത്തിൽ സാധാരണയായിട്ട് കാണപ്പെടുന്ന ഹൈഡ്രജൻ ഏതാന്ന് ചോദിച്ചാലും ഏതാണ്, പ്രോട്ടിയം ആണ്. ഓക്കെ, ഇനി അടുത്തത് നമ്മളിപ്പോ പറഞ്ഞതേ ഉള്ളൂ. സാധാരണ ഹൈഡ്രജൻ ഏതാണ്, പ്രോട്ടിയം ആണ്. ആണവ റിയാക്ടറുകളിൽ മോഡറേറ്ററായി ഉപയോഗിക്കുന്നത് നമുക്കറിയാം അല്ലെ, ഏതാണ്, ഘനജലമാണ്, ഹെവി വാട്ടർ എന്ന് പറയും. അതെന്താണ്, D2O എന്ന് വെച്ചാല് ഡ്യൂട്ടീരിയത്തിന്റെ ഓക്സൈഡ് ആണ് ഹെവി വാട്ടർ എന്നറിയപ്പെടുന്നത്. അടുത്തത് സൂപ്പർ ഹെവി വാട്ടർ എന്നറിയപ്പെടുന്നത് ഏതാണ്, ട്രിഷ്യം ഓക്സൈഡ് ആണ്. അതായത് നമ്മൾ പറഞ്ഞ ഐസോട്ടോപ്പായുള്ള ട്രിഷ്യത്തിന്റെ ഓക്സൈഡ് ആണ് സൂപ്പർ ഹെവി വാട്ടർ എന്നും. ഹെവി വാട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്യൂട്ടീരിയത്തിന്റെ ഐസോട്ടോപ്പ് ആണ്. ഈ ഹെവി വാട്ടർ ആണ് ആണവ റിയാക്ടറുകളിൽ മോഡറേറ്റർ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി അടുത്തത് ചീഞ്ഞ മുട്ടയുടെ ഗന്ധമുള്ള ഹൈഡ്രജൻ അടങ്ങിയിട്ടുള്ള വാതകം ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഹൈഡ്രജൻ സൾഫൈഡ് ആണെന്ന് ഒന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. ഇനി ബ്ലീച്ചിങ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഹൈഡ്രജൻ സംയുക്തമാണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, H2O2 ആണ്. അപ്പൊ ബ്ലീച്ചിങ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും സംയുക്തം ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്, ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. ഓക്കെ, ഇനി നോക്കുക. അപ്പൊ ഹൈഡ്രജൻ അടങ്ങിയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് സംയുക്തമാണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ കെമിക്കൽ നെയിമും അതിനെ കോമൺ ആയിട്ട് വിളിക്കുന്ന പേരുകളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ജലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ H2O ആണ് അല്ലെ. അപ്പൊ കെമിക്കലി അതിന് എന്തെന്ന് പറയാം, ഡൈഹൈഡ്രജൻ മോണോക്സൈഡ് എന്ന് പറയും. എന്താണ്, ഡൈഹൈഡ്രജൻ. ഡൈഹൈഡ്രജൻ എന്ന് വെച്ചാൽ ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട്. ഡൈഹൈഡ്രജൻ മോണോക്സൈഡ്. മോണോക്സൈഡ് എന്ന് വെച്ചാൽ എന്താണ്, ഒരു ഓക്സിജൻ. അതുകൊണ്ടാണ് പറഞ്ഞത് ഡൈഹൈഡ്രജൻ മോണോ ഓക്സൈഡ് എന്ന്. അടുത്തത് ഘനജലം. നമ്മൾ പറഞ്ഞു ഘനജലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്യൂട്ടീരിയം ഓക്സൈഡ് ആണ്, D2O ആണ്. അടുത്തത് ഡ്രൈ ഐസ്. ഡ്രൈ ഐസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആണെന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. ജസ്റ്റ് ഇതിന്റെ കൂടത്തിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഡ്രൈ ഐസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. സോഡാ വാട്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, കാർബോണിക് ആസിഡ് ആണെന്നും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. ഇനി ആസിഡുകളിൽ ലോഹവുമായി പ്രവർത്തിക്കുമ്പോൾ അവിടെ ലഭിക്കുന്ന വാതകം ഏതാണ്, ഹൈഡ്രജൻ ആണ് അല്ലെ. നമുക്കറിയാം സിങ്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏത് മെറ്റലും ആയിക്കോട്ടെ, അതെന്താണ്, ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന വാതകം ഏതാണ്, ഹൈഡ്രജൻ ആണ്. ഓക്കെ, ഇനി നോക്കുക. വനസ്പതി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വാതകവും ഏത് തന്നെയാണ്, ഹൈഡ്രജൻ ആണ്. സസ്യ എണ്ണയിലൂടെ ഹൈഡ്രജൻ വാതകം കടത്തിവിട്ടിട്ടാണ് എന്ത് ചെയ്യുക, വനസ്പതി നിർമ്മിക്കുന്നത്. ഇനി ഹൈഡ്രജനെ ഗാർഹിക ഇന്ധനമായി ഉപയോഗിക്കാതിരിക്കാനുള്ള കാരണം, ഹൈഡ്രജനെ സംബന്ധിച്ച് നമുക്കറിയാം നല്ലൊരു കലോറിഫിക് മൂല്യമുള്ള ഇന്ധനമാണ്. പക്ഷെ എന്താണ്, ഹൈഡ്രജൻ ഒത്തിരി ഒന്നും ഇന്ധനമായിട്ട് യൂസ് ചെയ്യുന്നില്ല. അതിനുള്ള കാരണം എന്താണ്, ഹൈഡ്രജന് സ്ഫോടനാത്മക സ്വഭാവമാണ്. അതുകൊണ്ട് തന്നെ അതിനെ സൂക്ഷിച്ചു വെക്കാനും ട്രാൻസ്ഫർ ചെയ്യാനും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഹൈഡ്രജനെ ഗാർഹിക ഇന്ധനമായിട്ട് അധികം ഉപയോഗിക്കാതിരിക്കാനുള്ള കാരണം. ഇനി നോക്കുക, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഹൈഡ്രജൻ എന്ന മൂലകം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഹെൻറി കാവിൻഡിഷ് ആണ് അല്ലെ. നമ്മൾ പറഞ്ഞു ഹെൻറി കാവിൻഡിഷ് ആണ്. ഹൈഡ്രജൻ ആ പേര് നൽകിയ ശാസ്ത്രജ്ഞൻ ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലാവോക്സിയം ആണെന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഹൈഡ്രജനെ പറ്റി ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ LGS ലെവലിൽ പഠിക്കേണ്ടത്. നമുക്കറിയാം LGSന്റെ ഒക്കെ എക്സാം ഡേറ്റ് വന്നു, LDC ഒക്കെ ഏകദേശം അവസാനിച്ചു. അപ്പൊ എല്ലാവരും എന്തായിരിക്കും, LGSന് വേണ്ടിയുള്ള നല്ല രീതിയിലുള്ള പ്രിപ്പറേഷൻ ആയിരിക്കും. അപ്പൊ നല്ലൊരു പോസ്റ്റിലേക്കുള്ള മത്സരമാണ് ഇപ്പൊ നടക്കാൻ പോകുന്നത്. അപ്പൊ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് നല്ല റാങ്കിൽ എത്താനായിട്ട് സാധിക്കുക. അപ്പൊ എന്തായാലും തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള കട്ട് ഓഫ് ഒക്കെ തന്നെ നമ്മൾ LGSന് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം, നിങ്ങൾ പഠിക്കുമ്പോൾ നല്ല ആത്മാർത്ഥമായിട്ട് പഠിക്കണം. അതിന് വേണ്ടിയിട്ട് CC LGSന്റെ ഒരു ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 45 ഡേയ്സിന്റെ ടൈം ടേബിളോട് കൂടിയ ക്രാഷ് ബാച്ച് ആണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഈ ഒരു പോസ്റ്റിൽ കാണുന്ന പോലെ തന്നെ കറക്റ്റ് ആയിട്ട് 45 ദിവസത്തെ വ്യക്തമായിട്ടുള്ള സ്റ്റഡി പ്ലാനോട് കൂടിയാണ് ഈ ഒരു ബാച്ച് റൺ ചെയ്യുന്നത്.
ബാച്ചിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മുടെ സിലബസ് വൈസ് റെക്കോർഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. എല്ലാ സബ്ജക്റ്റിന്റെയും ലൈവ്, പ്രത്യേകിച്ച് മാത്സ് ഒക്കെ ടഫായവർക്ക് മാത്സിന്റെ വർക്കൗട്ട്സ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സ്പെഷ്യൽ മെന്റർഷിപ്പ് ബാച്ച് ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് കൊറിയ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കും. അപ്പൊ ആർക്കെങ്കിലും ഇനി എന്ത് വേണം, ഒരു ഫൈനൽ ആയിട്ടൊരു റിവിഷൻ വേണമെന്നുള്ളവര് ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് ഈ ഒരു നമ്പറിൽ, ഇവിടെ തന്നിരിക്കുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ബാച്ചിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഓക്സിജൻ ആണ്. അപ്പൊ ഹൈഡ്രജന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി നമ്മൾ എന്താണ് നോക്കുക, ഓക്സിജൻ. ജീവവായു എന്നറിയപ്പെടുന്നത് ഏതാണ്? ഓക്സിജൻ ആണ് അല്ലെ. നമ്മൾ ശ്വസിക്കുന്നത് ഓക്സിജൻ ആയതുകൊണ്ട് തന്നെ ജീവവായു എന്നറിയപ്പെടുന്നത് ഓക്സിജൻ ആണ്. ഇനി മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള മൂലകം ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്? ഓക്സിജൻ ആണ്. ഇനി ഭൗമോപരിതലത്തിൽ ഏറ്റവും അധികമുള്ള മൂലകം ഏതാന്ന് ചോദിച്ചാലും ഏത് തന്നെയാണ്? ഓക്സിജൻ ആണ്. അപ്പൊ ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജനും. ഇനി എന്താണ്? പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഹൈഡ്രജനുമാണ്. ഇനി കത്താൻ സഹായിക്കുന്ന വാതകം ഏതാണ്? ഓക്സിജൻ ആണ് അല്ലെ. കത്തുന്ന വാതകം ഹൈഡ്രജനും കത്താൻ സഹായിക്കുന്ന വാതകം ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓക്സിജനുമാണ്. ഇനി ഒരു പദാർത്ഥം ഓക്സിജനുമായി പ്രവർത്തിക്കുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേരാണ് എന്ത്? ജ്വലനം. പദാർത്ഥം അല്ലെങ്കിൽ ഏത് ആറ്റവും ആയിക്കോട്ടെ, അത് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ആ ഒരു റിയാക്ഷന് പറയുന്ന പേരാണ് എന്ത്? ജ്വലനം എന്നുള്ളത്. ഓക്കെ, ഇനി ഓക്സിജന്റെ രൂപാന്തരണമാണ് ഏതെന്ന് പറയുന്നത്? ആലോട്രോപ്പ് അല്ലെങ്കിൽ രൂപാന്തരണം എന്നൊക്കെ പറയുന്ന ഏതാണ്? ഓസോൺ ആണ്. നമുക്കറിയാവുന്നതാണ് ഓസോണിനെ. അപ്പോൾ ഓക്സിജന്റെ രൂപാന്തരണമാണ് ഏത്? ഓസോൺ. ഇനി നോക്കുക, ഓസോൺ കവചം ഉൾക്കൊള്ളുന്ന അന്തരീക്ഷ പാളി ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്? സ്ട്രാറ്റോസ്ഫിയർ ആണ്. ഓസോൺ കവചം ഉൾക്കൊള്ളുന്ന അന്തരീക്ഷ പാളി സ്ട്രാറ്റോസ്ഫിയർ ആണ്. ഇനി ഒരു ഓസോൺ തന്മാത്രയിലെ ആറ്റങ്ങൾ എത്രയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 3 ഓക്സിജൻ ആറ്റമാണ് ഒരു ഓസോൺ തന്മാത്രയിൽ അടങ്ങിയിരിക്കുന്നത്. ഇനി ഓസോൺ എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം എന്താണ്? ഞാൻ മണക്കുന്നു എന്നുള്ളതാണ് കേട്ടോ. ഇനി ഓക്സിജൻ എന്ന പേര് നിർദ്ദേശിച്ചത് ആരാണ്? ലാവോക്സിയാണ്. നമ്മൾ ഹൈഡ്രജന്റെ കേസിലും പറഞ്ഞിരുന്നു, ഹൈഡ്രജൻ ആ പേര് നൽകിയതും ഓക്സിജൻ ആ പേര് നൽകിയതും ആരാണ്? ലാവോക്സിയാണ്. എന്നാൽ ഹൈഡ്രജൻ കണ്ടെത്തിയത് ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരാണ്? ഹെൻറി കാവൻഡിഷ് ആണെന്ന് പറഞ്ഞിരുന്നു. ദെൻ ഓക്സിജൻ കണ്ടെത്തിയത് ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരാണ്? ജോസഫ് പ്രിസ്റ്റ്ലി ആണ്. ആരാണ്? ജോസഫ് പ്രിസ്റ്റ്ലി എന്ന് പറഞ്ഞിട്ടുള്ള സയന്റിസ്റ്റ് ആണെന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. ഇനി അടുത്തത് ദ്രവ ഓക്സിജൻ, ഓസോൺ എന്നിവയുടെ നിറം എന്താണ്? ഇളം നീലയാണ് കേട്ടോ. അതായത് നമുക്കറിയാം നോർമൽ ഓക്സിജൻ വാതകത്തിന് കളർ ഇല്ല അല്ലെ. നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, നമ്മൾ ശ്വസിക്കുമ്പോഴും നമുക്ക് ഓക്സിജൻ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഇതിന് നിറവോ മണവോ ഒന്നുമില്ല. അതേ സമയത്ത് ദ്രവ ഓക്സിജൻ അല്ലെങ്കിൽ എന്തെന്ന് പറയും? ലിക്വിഡ് ഓക്സിജൻ എന്ന് പറയും. ഓസോൺ എന്ന് പറയുന്നത് ഓക്സിജന്റെ അലോട്രോപ്പ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇവയ്ക്ക് എന്തുണ്ട്? ഇവയ്ക്ക് കളർ ഉണ്ട്. അതിന്റെ കളർ എന്താണ്? ഇളം നീലയാണ്. ഇനി നോക്കുക, മിനറൽ വാട്ടർ അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്നത് അൾട്രാ വയലറ്റ് കിരണങ്ങളും ഓസോണുമാണ് കേട്ടോ. ഒന്ന് ഓർത്ത് വെച്ചേക്കണം. മിനറൽ വാട്ടർ അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്നത് ഏതൊക്കെയാണ്? അൾട്രാ വയലറ്റ് കിരണങ്ങളും ഓസോണുമാണ്. ഇനി നിറം, മണം, രുചി എന്നിവയില്ലാത്ത വാതകമാണ് ഓക്സിജൻ. നമ്മളിപ്പോ പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ എന്താണ്? ഓക്സിജൻ വാതകത്തിന് നിറമില്ലെങ്കിലും ഖരാവസ്ഥയിലും ദ്രാവകാവസ്ഥയിലും അത് ഇളം നീല നിറത്തില് കാണപ്പെടുന്നു. അപ്പൊ വാതകാവസ്ഥയിൽ അതിന് നിറമില്ലെങ്കിലും ഖരാവസ്ഥയിലും ദ്രാവകാവസ്ഥയിലും അതിന് നീല കളർ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഹൈഡ്രജനും ഓക്സിജനുമായി ബന്ധപ്പെട്ട് നമ്മൾ LGS ലെവലിൽ പഠിക്കേണ്ട കാര്യങ്ങള്. അപ്പൊ ഇത്രയും ടോപ്പിക്സുകൾ നല്ല രീതിയിൽ പഠിക്കുക. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇതുപോലെ PSC എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പൊ ഇതുപോലെ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.